ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പലരും അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്താകുലരാണ്. ഞാൻ എവിടെ എത്തിച്ചേരും, എൻ്റെ ഭാവി എന്തായിത്തീരും, ഇത്തരത്തിലുള്ള ചിന്തകൾ പലരെയും വല്ലാതെ ഭരിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിലും വലുതായ ഒരു പദ്ധതിയുണ്ട്. അതെ, പ്രിയപ്പെട്ട ഒരു ചിത്രകാരനാണ് ആ ചിത്രത്തെ എങ്ങനെ പൂർത്തീകരിക്കണം, എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാവുന്നത്. ഇതുപോലെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനാണ് നമ്മെ ആരാക്കണം, എങ്ങനെയാക്കണം, ഏത് രീതിയിൽ നമ്മൾ ആക്കി തീർക്കണം എന്നുള്ള ഒരു വ്യക്തമായ ചിത്രമുള്ളത്. എന്നാൽ ദൈവിക കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കപ്പെടാത്തിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ചിത്രീകരണത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഡിസൈനിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കണം. എന്നിട്ട് 1-2 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസ് ചെയ്ത സുവിശേഷം 1-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എലീശബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എലീശബത്ത് ഒരു മകനെ പ്രസവിക്കുകയാണ്. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവനൊരു വാഗ്ദത്ത സന്തതിയായി ജനിക്കുകയും കർത്താവായ യേശുവിന് വഴികാട്ടുന്നൊരു മഹത്തായ ദൈവിക പദ്ധതി നിറവേറപ്പെടുകയും ചെയ്യുന്നു. ആ മഹത്തായ ദൈവിക പദ്ധതി യോഹന്നാനിലൂടെ നിറവേറപ്പെടേണ്ടതിന് എലീശബത്ത് ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ദൈവവചനം നമ്മൾ വായിക്കുന്നു, അവൾ 6 മാസം മലനാട്ടിൽ പോയി ഒളിച്ചു പാർത്തു. മുന്നേ ഉള്ള ഡെയിലി മന്നകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ 6 മാസങ്ങൾ ഒരുപക്ഷെ എലീശബത്ത് ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവത്തോടൊപ്പം സമയം ചിലവഴിച്ചു, പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവവുമായിട്ടുള്ള അവളുടെ സമയം ചിലവഴിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം 6 മാസങ്ങൾക്ക് ശേഷമുള്ള 3 മാസങ്ങൾ യേശുവിൻ്റെ അമ്മയായ മറിയ എലീശബത്തിനോടൊപ്പം ആയിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന് ചുമന്ന മറിയ എലീശബത്തിനോടൊപ്പം 3 മാസം ചിലവഴിക്കും. അതായത് ഇപ്രകാരം നമുക്കതിനെ പറയാനായിട്ട് കഴിയും: എലീശബത്തിൻ്റെ ഗർഭകാലത്തെ ആദ്യത്തെ 6 മാസങ്ങൾ അവൾ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. അടുത്ത 3 മാസങ്ങൾ അവൾ ഒരു യേശുവിനെ ചുമന്ന ദൈവ പൈതലിനോടൊപ്പം ചിലവഴിച്ചു. അത് അവളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടറിനെ പകരുവാനും യോഹന്നാൻ സ്നാപകൻ എന്ന വാഗ്ദത്ത സന്തതിയെ പുറത്തു കൊണ്ടുവരുവാനും ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറണമെന്ന് നിങ്ങൾ വളരെ വാഞ്ചിക്കുന്നുവെങ്കിൽ, 2 കാര്യങ്ങൾ നിശ്ചയമായി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒന്ന്, ദൈവവുമായിട്ടൊരു അചഞ്ചലമായിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുമായി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോടൊപ്പം അല്ലെങ്കിൽ അഭിഷിക്തന്മാരോടൊപ്പമുള്ളൊരു ഫെലോഷിപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതേ പ്രിയപ്പെട്ടവർ, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, മനുഷ്യരുമായുള്ള ഫെലോഷിപ്പ്. പക്ഷേ ഈ മനുഷ്യരുമായുള്ള ഫെലോഷിപ്പിൽ ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ചുമന്ന് നടക്കുന്ന ദൈവദാസന്മാരോടൊപ്പം, ദൈവത്തിൻ്റെ ദാസിമാരോടൊപ്പമുള്ളൊരു കൂട്ടായ്മ നിശ്ചയമായും നിങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കും. ഇത് നിങ്ങളുടെ ലൈഫിലൊരു ടിപ്പാണ്. പലപ്പോഴും അഭിഷിക്തന്മാരോട് ദൈവദാസന്മാരോട് പിണങ്ങുന്ന പലരും പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ അവരോട് ചേർന്ന് നിൽക്കുക, അവരോട് കണക്റ്റായി നിൽക്കുക. അതാണ് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത്. ദിവസങ്ങളിൽ ഈ സന്ദേശം നിശ്ചയമായും നിങ്ങളുടെ ലൈഫിൽ ഇത് ഏറ്റെടുത്താൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ എത്തുവാനിടയായി തീരും. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. God bless you.